അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഷാക്കിറ എന്ന സ്റ്റോറിയെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സമയക്കുറവ് മൂലം ഞാനത് വിട്ടിട്ടില്ലായിരുന്നു. ഷാക്കിറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഷാക്കിറക്ക് വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും മക്കളില്ലാത്തത് കൊണ്ട് ഭർത്താവ് മറ്റൊരു പെണ്ണിനെ പ്രേമിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ അവൾ എത്തിയപാടെ തന്നെ ഗർഭിണിയാകുകയും ചെയ്തു. ഐഷുമ്മ എന്നു പേരുള്ള അവരുടെ ഉമ്മാക്ക് ഒത്തിരി സന്തോഷമാവുകയും ചെയ്തു. എന്നാൽ ഷാക്കിറ പിന്നീട് അവിടുത്തെ വേലക്കാരിയാവുകയായിരുന്നു. വളരെയധികം കഠിനമായ ജോലികളെല്ലാം ചെയ്യിപ്പിക്കും. അതുമാത്രമല്ല, അവിടെ തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് എല്ലാവരുടെ വസ്ത്രങ്ങളും ഊരി കൊടുത്തിട്ട് അവളെ പറഞ്ഞയക്കുകയും ചെയ്യും അലക്കാൻ. അങ്ങനെ ഒരു ദിവസം അവൾ ആ കുളത്തിൽ വീണു പോവുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ വീട്ടുകാരും അനിയത്തിയുമെല്ലാം വന്ന് നോക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ അവളിപ്പോൾ ഭർത്താവിൻ്റെ വീട് മാറി താമസിക്കുകയാണ്. അതിനിടയിൽ രണ്ടാം ഭാര്യയ്ക്ക് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഭർത്താവിന് അവളെ കിട്ടാൻ വല്ലാത്ത ആഗ്രഹം. നീയും എൻ്റെ ഭാര്യ തന്നെയല്ലേ, അതിനെന്താ, നീ എന്താ ഇപ്പം എൻ്റെ അടുത്ത് അടുക്കാത്ത് എന്ന് പറഞ്ഞിട്ട് അവൻ കൂടുതലായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും അവനെ ഇഷ്ടമല്ലായിരുന്നു. ഒടുവിൽ അവൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു അവളുടെ വീട്ടിലെത്തിയതിനു ശേഷം. അങ്ങനെ അവൾ അവരുടെ പഴയ വീട് മാറി പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റി. അങ്ങനെ തൻ്റെ കൂട്ടുകാരിയുടെ കൂടെ അവൾ ബസ് കയറുകയാണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ബസ്സിൽ കയറിയ സമയത്ത് അവൾ ഞെട്ടിപ്പോയി. അതെ, ആ ബസ്സിൽ ഡ്രൈവർ തൻ്റെ ഭർത്താവായിരുന്നു. അതെ, ഒരിക്കൽ പോലും അയാളുടെ മുഖം കാണരുത് എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. കണ്ടക്ടർ പൈസ ചോദിക്കുവാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് എത്തി. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടക്ടർ ഒന്ന് ഞെട്ടി. ഇത് ആബിദിൻ്റെ ഭാര്യയല്ലേ, ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഞാൻ ടിക്കറ്റിന് പൈസ വാങ്ങും? അപ്പോൾ തന്നെ ആബിദിൻ്റെ അടുത്തേക്ക്, ഡ്രൈവറുടെ അടുത്തേക്ക് കണ്ടക്ടർ ഓടിയെത്തി. അതേ, നിൻ്റെ ഭാര്യയുണ്ട്, നിൻ്റെ ഭാര്യ അതാ ബസ്സിൽ കയറി, നീ കണ്ടില്ലേ? അവളോട് പൈസ വാങ്ങണ്ടല്ലോ. പെട്ടെന്ന് ആബിദ് പറഞ്ഞു, അതെ, കണ്ടക്ടർ ജോലി എടുത്താൽ മതി, കുടുംബം തെളിയിക്കാനൊന്നും നിൽക്കണ്ട. ശരിക്കും അയാളുടെ വാക്ക് കേട്ടപ്പോൾ അയാൾ ഞെട്ടുകയായിരുന്നു. ഇതെന്ത് സംഭവം? സ്വന്തം ഭാര്യയിൽ നിന്ന് ബസ്സിൻ്റെ പൈസ വാങ്ങേ, അയ്യേ നാണക്കേട്. പക്ഷേ എങ്കിലും അവൾ ക്യാഷ് കൊടുത്തു. ഒരാളുടെ ഔദാര്യവും ഫ്രീയും അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആബിദ് അതാ ഷാക്കിറയെ നോക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അവളോട് സംസാരിക്കണം, അല്ലെങ്കിൽ അവൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടുന്ന് വരുന്നു, അതൊക്കെ അറിയണം എന്ന് അവൻ്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം. കാരണം ഇപ്പോൾ എൻ്റെ രണ്ടാം ഭാര്യ, അവൾക്കിപ്പോൾ തീരെ വയ്യാതായി, പ്രഗ്നൻ്റായി, വയറൊക്കെ ഒരുപാട് വലുതായിട്ട് അവളെ എൻ്റെ ഒരു പണിക്കും കിട്ടുന്നില്ല. കാരണം അവന് എന്തൊക്കെയോ ആഗ്രഹിച്ചതാണ്, പക്ഷെ അതൊന്നും അവളിൽ നിന്ന് കിട്ടുന്നില്ല. റെസ്റ്റുമാണ്. അതുമാത്രമല്ല, അവൻ്റെ ശരീരത്തിനുള്ള സുഖങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഷാക്കിറയോട് മെല്ലെ അടുപ്പം കൂടാം എന്നും വിചാരിക്കുന്നു. ഷാക്കിറ സുന്ദരിയാണ്, പ്രസവിച്ചിട്ടില്ലെങ്കിലും. പക്ഷേ അവളുമായി അടുപ്പം കൂടിയിട്ട് എത്ര അവളെൻ്റെ ഭാര്യയല്ലേ, അവളോട് കൂടെ നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവളെ സെറ്റാക്കണം എന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. എന്നാൽ ഷാക്കിറ അത് മൈൻഡ് ചെയ്തതേയില്ല. അവൻ അറിയാതെ ഷാക്കി ഓരോ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴും നോക്കിയിട്ട് വിളിക്കും, ഷാക്കി. പക്ഷെ അവൾ കാണാത്തതുപോലെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ അതായിരുന്നു. കാരണം മക്കളില്ലാത്തതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. തള്ളയും മോനും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പോഴിതാ അവൻ എന്നെ സോപ്പിടാൻ വന്നിരിക്കുന്നു. ഈ ഒരു ബസ്സിൽ കയറേണ്ടില്ലായിരുന്നു അവൾ തോന്നി. അറിയില്ലല്ലോ എൻ്റെ ഭർത്താവാണ് ഇതിൽ ഡ്രൈവർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനിതിൽ കയറില്ലായിരുന്നു. അവൾ ഓരോന്ന് ചിന്തിച്ചു. എന്നാൽ അപ്പോഴെല്ലാം അവൻ വിളിച്ചു, ഷാക്കി. പക്ഷേ ബസ് നിർത്തിയിട്ട് എന്തായാലും അവളോടൊന്ന് സംസാരിക്കണം എന്ന് അവൻ വിചാരിച്ചു. ഓരോ സ്റ്റോപ്പ് നിർത്തുമ്പോഴും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ മുഖം തിരിച്ചു അവൾ നിന്നു. കാരണം അത്രയധികം സ്നേഹിച്ചതായിരുന്നു. അന്ന് തീരെ താല്പര്യമില്ലായിരുന്നു വിവാഹത്തിന്. അത് എൻ്റെ സൗന്ദര്യം കൊണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ കുറേ നടന്നു. എന്നെ പഠിക്കാൻ പോലും സമ്മതിച്ചില്ല. എന്നെ പഠിക്കാൻ സമ്മതിക്കാതെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പക്ഷെ എന്ത് ചെയ്യാൻ, കുട്ടികളില്ലെന്നതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചു. എന്നാൽ ഇപ്പോഴിതാ അയാളുടെ ഭാര്യ ഗർഭിണിയാണ്. എന്നിട്ടിപ്പോൾ അവിടെ അടുത്ത് അവൻ്റെ ലീലാവിലാസങ്ങൾ നടക്കാത്തത് കൊണ്ട് എന്നെ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഐഷുമ്മക്ക് മറ്റു മരുമക്കളെ പോലെയല്ല, അവളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അതെ, ആബിദിൻ്റെ രണ്ടാം ഭാര്യയോട്. അതെ, അവൾ
കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുപ്പിക്കില്ല. വേണ്ട പോലെ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് ശരിക്കും ഷാക്കിറയുടെ മുമ്പിൽ ഒന്ന് ആളായി കാണിച്ചു കൊടുക്കണം എന്നതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. പാവം ഷാക്കിർ എന്ത് ചെയ്യാൻ, അള്ളാഹു നൽകിയെങ്കിലല്ലേ മക്കളുണ്ടാവുകയുള്ളൂ. പാവം പെണ്ണ്, അവളതെല്ലാം സഹിച്ച് അവളവിടെ വീട്ടുകാരോടൊന്നും ആ ബുദ്ധിമുട്ടൊന്നും പറയാതെ അത്യധികം വിഷമത്തോടു കൂടി അവൾ അവിടെ കഴിഞ്ഞു. എന്നാൽ അതാ വീണ്ടും അവൻ അവളെ തന്നെ നോക്കുകയാണ്. ഷാക്കി, ഷാക്കി. എന്നാൽ അവൾ മൈൻഡ് ചെയ്തില്ല. എന്തായാലും ബസ് സ്റ്റാൻഡ് എത്തട്ടെ, അവളെ ഒന്ന് പിടിക്കണം എന്നവൻ വിചാരിച്ചു. അങ്ങനെ അതാ ബസ് സ്റ്റാൻഡ് എത്തി. പെട്ടെന്ന് തന്നെ അവൻ ആ ഡ്രൈവർ ഡോറ് തുറന്ന് അപ്പുറത്തേക്ക് ചാടി. ഷാക്കിറ ഇതിലെ വരുമ്പോഴേക്കും അപ്പുറത്ത് കൂടെ ചാടി നേരെ അവരുടെ മുമ്പിലെത്തി. ഷാക്കിറയും അവളുടെ കൂട്ടുകാരിയും. അതെ ഷാക്കി, ഒരു കാര്യം. എന്നാൽ അപ്പോഴേക്കും ഷാക്കിർ അവളുടെ കൂട്ടുകാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ദൂരേക്ക് ഓടിപ്പോയി. എന്നാൽ നിസ്സഹായനായി അവനത് നോക്കി നിന്നു. കാരണം അവൻക്ക് ഷാക്കിറയോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. പക്ഷെ ശരിയാണ്, രണ്ടാമതേ വിവാഹം കഴിച്ചു, അവൾ ഗർഭിണിയുമായി. പക്ഷേ എൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിനെൻ്റെ ഷാക്കിർ തന്നെ വേണം. കാരണം അവൾ വന്നപാടെ ഗർഭിണിയായതുകൊണ്ട് അവളടുത്തൊന്നും നടന്നില്ല. തുടക്കത്തിൽ തന്നെ റെസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഒരു സ്വപ്നങ്ങൾ പോലെ ഞാനവിടെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഷാക്കിറിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു അവൻ്റെ ചിന്ത. അല്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരുപാട് ആഗ്രഹത്തോടെയായിരുന്നു അവളെ തേടി അവൻ പോയത്. പക്ഷേ അവൾ അവനെ കണ്ടപാടെ ഓടി മറയുകയായിരുന്നു. അവനത് വല്ലാത്ത ഒരു ടെൻഷനായി മാറി. എനിക്കിപ്പോൾ രണ്ടുമില്ലാത്ത അവസ്ഥ പോലെയായല്ലോ. അതിനിടയിൽ അവളെ പ്രസവത്തിന് കൊണ്ടുപോയി. പ്രസവത്തിന് കൊണ്ടുപോയത് മുതൽ അവന് തീരെ ക്ഷമയില്ലാതായി. ഷാക്കിറയെ കണ്ടുപിടിക്കണം, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്നതായിരുന്നു അവൻ്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാൻ, അവൾ എന്നെ കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കുകയാണ്. എൻ്റെ മുഖത്തേക്ക് പോലും അവൾ നോക്കുന്നില്ല. എന്നാൽ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് റസിയയുടെ ഡേറ്റ് അടുത്തു തുടങ്ങി. റസിയക്ക് പ്രസവവേദന. ഐഷുമ്മ കേട്ട പാടന്നെ ഹോസ്പിറ്റലിലേക്ക്. ആബിദേ, എടാ ഓൾക്ക് തുടങ്ങിക്കണല്ലോ, വേഗം പോവാ. ആ പോകാം. എന്താ നിനക്കൊരു ഉഷാറില്ലാത്തത്? വേഗം വാടാ. അവർ ഹോസ്പിറ്റലിലെത്തി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും റസിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആയിഷാത്ത അത് അവനെ സ്നേഹത്തോടെ കുഞ്ഞിനെ വാങ്ങി. അത് തൻ്റെ ഇഷ്ടപ്പെട്ട പേരക്കുട്ടി തനിക്ക് പിറന്നിരിക്കുന്നു. ശരിക്കും അതാ ആ ആയിഷാത്ത എല്ലാവരുടെയും മുമ്പിൽ ആളായി നടന്നു. അതെ, തനിക്ക് ഇഷ്ടപ്പെട്ട മരുമകളിലൂടെ ഒരു ആൺകുട്ടി പിറന്ന കാര്യം അത് എല്ലാവരോടുമായി പറഞ്ഞറിയിച്ചു. എന്ന് മാത്രമല്ല, കൂടുതൽ അഹങ്കാരവും അവരുണ്ടായി തുടങ്ങി. എന്താ മോനെ നീ ഇങ്ങനെ? നീ എന്താ കുഞ്ഞിനൊന്നും അല്ലാതെ നോക്കാത്തത്? എന്താ റസിയയുടെ അടുത്ത് പോവാത്തത്? റസിയെ ആശ്വസിപ്പിക്ക്. ആ, റസിയെ ആശ്വസിപ്പിച്ചിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ. ശരിക്കും മകൻ്റെ വാക്കുകൾ കേട്ട് ആ ഉമ്മ ഞെട്ടി. എന്താടാ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു ആൺകുട്ടി വന്നിരിക്കുന്നു. അതെ, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാവരെയും വിളിച്ചറിയിക്കണം. എല്ലാവരെയും. പിന്നെ നീ ഷാക്കിറെ അറിയിച്ചോ? അറിയിക്ക്. ഷാക്കിറെ വിളിക്കടാ. എന്താ നീ ഇങ്ങനെ? ഷാക്കിറെ ഞാൻ വിളിച്ചിട്ടില്ല. വിളിക്ക്, വേഗം വിളിക്ക്. സ്റ്റാറ്റസ് ഒക്കെ ഇടുതാ, കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്. മാഷാ അല്ലാ ആൺകുട്ടി എന്ന് സ്റ്റാറ്റസ് ഇട് വേഗം. ഞാനിട്ടോളാം. എന്നാൽ ഈ സമയം ഷാക്കിറയെ അവളെ മൂത്തച്ചി വിളിച്ചിരുന്നു. ഷാക്കിറ. ഇത്ത. അത് പിന്നെ റസിയെ പ്രസവിച്ചിട്ടുണ്ടോ? ആൺകുട്ടിയാണ്. നീ അറിഞ്ഞോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഓ പിന്നെ നമ്മളെ അമ്മായിമ്മ നല്ലോണം എല്ലായിടത്തും സ്റ്റാറ്റസ് ഇട്ട് എല്ലാവർക്കും വിളിച്ചൊക്കെ പറയണ്ടല്ലോ. എന്താ നിൻ്റെ നമ്പർ എന്താ ബ്ലോക്ക് എന്തെങ്കിലും ആണോ അവർക്ക്? അതൊന്നല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ആബിദ്ക്ക എന്നോട് മിണ്ടാറുമില്ലല്ലോ. ആബിദ്ക്കാനായിട്ട് ഞാൻ ഒന്നുമില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ? അങ്ങനെ. എന്തായാലും അവരിഷ്ടം പോലെ അയക്കണേ. എന്താ സന്തോഷം എന്നോ. വീട്ടിൽ എത്രയോ പേരക്കുട്ടികളുണ്ട്. ആ പേരക്കുട്ടിനെ മാത്രം ഒരു പ്രത്യേകതയാണ്. എന്താ അറിയില്ല, അവിടെ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ഉണ്ടാകണ പോലെ. ഞമ്മക്കൊന്നും മക്കളില്ലാത്ത പോലെയാണ് കാട്ടിക്കൂട്ടിൽ കണ്ടാൽ. എന്തായാലും കുട്ടിക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അവർ കാട്ടിക്കൂട്ടിൽ കണ്ടാലേ ഒരു മനസ്സിനൊരു പേടിയാണ്. ആദ്യമായിട്ട് കുട്ടീനെ കാണുന്ന പോലെയാണ്. പിന്നെയെന്ന് വെച്ചാൽ അഹങ്കരിക്കുക, എല്ലായിടത്തും സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും എല്ലാവർക്കും വിളിച്ച് പറഞ്ഞുകൊണ്ടും നമുക്കൊരു ആൺകുട്ടി പിറന്നിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക കാട്ടിക്കൂട്ടൽ. ഏതായാലും പഠിച്ചോ കാക്കട്ടെ. എന്നാൽ അത് കേട്ട ഷാക്കിർ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം തനിക്കില്ലാത്ത ഭാഗ്യം റസിയക്കുണ്ടായല്ലോ. ആയിക്കോട്ടെ, ഒന്നും വിഷയമില്ല. അൽഹംദുലില്ലാ, കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു?
എന്നാലും ആബിദ് ഖാൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞവിടെ ഉണ്ടായല്ലോ. ഞാനായിരുന്നല്ലോ അവർക്ക് വലിയ വിഷയവും പ്രശ്നങ്ങളും. അല്ലാ, ഒരു നിമിഷം ഷാക്കിറ നെടുവീർപ്പിട്ടു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. പ്രിയപ്പെട്ടവരെ, നാളെ വിടാൻ പെട്ടെന്നൊന്നും പറ്റില്ലായിരിക്കും, എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ വിടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.